നിവിൻ പോളി അന്ന് സിനിമകൾ ചെയ്തു വരുന്നേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അതിന് മുന്നേ തട്ടത്തിമറയത്ത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള പടങ്ങളാണ്. നിവിൻ 1983 മുതലാണ് ശരിക്കും ഭയങ്കര മെച്ചോർഡ് ഒരു വൺ സ്റ്റാർ ആയി. കാരണം 1983 ഞാൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പടം ഇറങ്ങി ഹിറ്റായിട്ടാണ് സാറ്റലൈറ്റും ബിസിനസ്സും എല്ലാം നടക്കുന്നത്. 1983 മുതൽ നിവിന് 9 ഹിറ്റുകൾ അടുപ്പിച്ചാണ് വരുന്നത്. 1983 മുതൽ ഒരു ഗ്യാപ്പില്ല, എല്ലാ പടവും 9 പടം അടുപ്പിച്ച് ഹിറ്റായിരുന്നു. 1983 നല്ല ഹിറ്റായി, അതിനുശേഷം പ്രേമം ഹിറ്റായിരുന്നു. നിവിന്റെ ഒരു ഗ്രാഫ് വളരെയധികം. എങ്ങനെ എത്ര ഡിഫിക്കൽട്ടായിരുന്നു ഇത് പുട്ട് ടുഗദർ ചെയ്യാനോ? കാരണം എബ്രിഷൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത്? ആക്ച്വലി 1983 ടീം അടിപൊളി ടീമായിരുന്നു. ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ കിഡിലും ടെക്നിക്കൽ ടീമായിരുന്നു. ഡയറക്ടറും നല്ലായിരുന്നു, അതുപോലെ തന്നെ ടെക്നിക്കൽ എല്ലാ ഫാക്ടേഴ്സിലും ഒരു സ്ഥലത്തും ഒരു കുറവ് പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഡയറക്ടറും ക്യാമറാമാൻ, എഡിറ്റർ, മനോഹരൻ, എല്ലാ ആൾക്കാരും. ഇപ്പം ചീഫ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ പ്രീതേട്ടൻ കിഡിലെ മനുഷ്യനായിരുന്നു. പ്രീതേട്ടനാണ് വടക്കൻ സെൽഫി എന്നൊക്കെ കിടലായിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോൾ ഒക്കെ എല്ലാവരും നല്ല കിടലൻ ടീമായിരുന്നു.